ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടെററ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ആശയക്കുഴപ്പത്തിലാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആ റീഡിങ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് നമ്പർ വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. അതായത് ലില്ലി ആണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ട്രൗട്ട് ലില്ലിയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 1. അതേപോലെ സെക്കൻഡ് വൺ റോസ് ആണ്, നിങ്ങൾ വൈൽഡ് റോസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2. ആൻഡ് ലാസ്റ്റ് വന്നിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നെറ്റിൽ, അതായത് ചൊറിയനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിലേതാണ് നിങ്ങളെ കൂടുതൽ ഈ ഒരു പിക്ചറായിട്ട് കണക്ട് ചെയ്യുക. ഈ ഒരു പിക്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുന്നത് അത് എടുക്കാം. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നിങ്ങൾ ചൂസ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ പൈൽ നമ്പർ 1 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാണ്, നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, എവിടെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ റീഡിംഗ്. പൈൽ നമ്പർ 1. ഓക്കെ, സി പൈൽ നമ്പർ 1. Okay. പൈൽ നമ്പർ 1 നിങ്ങൾക്ക് സ്ട്രോങ് മെസ്സേജസ് ആണ് ഉള്ളത്. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൈൽ നമ്പർ 1 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏത് കാര്യം അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ചിന്താക്കുഴപ്പങ്ങളുണ്ട്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ള കാര്യത്തിലാണ് നിങ്ങൾക്ക് സംശയമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയിൽ നിങ്ങൾക്കുള്ള വിശ്വാസക്കുറവ് മാറ്റുക. സോ സ്റ്റാർട്ട് ബിലീവിങ് ഇൻ യുവർ സെൽഫ്. നിങ്ങളെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാരണം നമ്മൾ പലപ്പോഴും നമ്മളുടെ ഉള്ളിൽ നമ്മളെ അല്ല, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വിശ്വാസക്കുറവ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവ് എന്താണ് എന്ന് മനസ്സിലാക്കാതെ, നിങ്ങൾ സ്വയം മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കാതെ നിങ്ങൾ പുറകോട്ടേക്ക് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾക്ക് വേണ്ടത് ഒരു സപ്പോർട്ടാണ്. സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് ആദ്യം വേണ്ടത്. അതായത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാൻ തന്നെ സഹായത്തിന് ആരുമില്ല, നമ്മൾ ഒരിക്കലും ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല, നമുക്ക് ആരുമില്ല, നമ്മൾ അങ്ങനെ പലപ്പോഴും പലരും ചിന്തിക്കാറും പറയാറും ഒക്കെ ഉണ്ട്. മനസ്സിൽ ആ ഒരു ചിന്ത കൊണ്ട്, അതായത് എനിക്ക് മുന്നേറാനായിട്ട് പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങളിൽ ചില ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ടാവും, നിങ്ങളും ചിലപ്പോൾ പറയുന്നുണ്ടാവും. അതായത് നമുക്ക് ആരുമില്ല, നമുക്കങ്ങനെ സാമ്പത്തികമായിട്ട് സഹായം ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ സാമ്പത്തിക സ്ഥിതിയില്ല, അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആളുകളില്ല, വീട്ടിൽ പാരൻസ് ചിലപ്പോൾ സപ്പോർട്ടീവ് ആയിരിക്കില്ല, മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടാവാം. പക്ഷെ ഇവിടെ സൂചിപ്പിക്കുന്ന സപ്പോർട്ട് നിങ്ങൾക്ക് വേണ്ടത് ആദ്യം നിങ്ങളുടെയാണ്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ഇല്ലായ്മയാണ് എന്ന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്വയം പറയാണ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്നുള്ളത്. അപ്പോൾ ആരുമില്ലാത്തവന് ദൈവമുണ്ടെന്ന് ഒരു ചൊല്ല് തന്നെ നമ്മൾ പറയുന്നുണ്ട്. ഇതിവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് ആദ്യം വേണ്ടത് എന്നുള്ളത് പറയുമ്പോൾ നിങ്ങൾ സ്വയം പറയുക, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയാണെങ്കിലും ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങളിൽ വിശ്വസിക്കുന്നത്, നിങ്ങളുടെ കഴിവുകളിലാണ് നിങ്ങൾക്ക് മുന്നേറാൻ ഒരു സഹായം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളെ ഷോക്കേസ് ചെയ്യുക, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക, സെൽഫ് ഡൗട്ട് ആദ്യം ഒഴിവാക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വയമുള്ള ഫെയ്ത്ത് ആണ്. അത് വിശ്വാസത്തോട് കൂടിയിട്ട് ധൈര്യമായിട്ട് പോവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം. അപ്പോൾ മറ്റുള്ളവരുടെ സപ്പോർട്ട് ഇല്ലാതെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിനേക്കാൾ ഇരട്ടി മധുരമാണ്. കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നാണ് പൊരുതി ജയിച്ചിട്ടുള്ളത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല ചില ആളുകളുടെ ഉള്ളിലുണ്ടാവും എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ചിലപ്പോൾ ബിസിനസ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് വലിയ നിലയിലേക്ക് ഉയരത്തിലേക്ക് പോകുന്ന ചില ആളുകൾ പറയുന്നുണ്ടാവാം. കാരണം ഒരു പ്രായത്തിൽ അവർക്കൊരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല,
എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നെ വീട്ടിൽ നിന്ന് പുറത്ത് ചില പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് പുറത്ത് വിടില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവരുണ്ട്. അതേ പൊസിഷനിൽ തന്നെ ഒത്തിരി കാലങ്ങൾ അത് അനുഭവിച്ചിട്ട് അതിൽ നിന്ന് പുറത്ത് കാണുന്ന ആളുകൾ സ്വയം വലിയ നിലയിലേക്ക് എത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് നിങ്ങൾ അത് ശ്രമിച്ചു നോക്കിയിട്ടില്ല ഇതുവരെ, അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം നിങ്ങൾ ഇതുവരെ സ്വയം അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടും ആവാം ഇത്. അപ്പോൾ അതിനാദ്യം വേണ്ടത് സ്വയം ആ ഒരു ഫ്രീഡം നിങ്ങൾ എടുക്കുക. നിങ്ങൾക്കത് ആരും തരേണ്ട കാര്യമല്ല എന്നിപ്പോൾ പലപ്പോഴായിട്ട് നമ്മൾ ആ ഒരു വിമൻ എംപവർമെന്റിന്റെയൊക്കെ കാര്യത്തിൽ പറയുന്നുണ്ട്. ഫ്രീഡം ആരും കൊടുക്കുന്നതല്ല, നമ്മളുടെ അവകാശമാണ്, നമ്മൾക്കുള്ള ഒരു കാര്യമാണ്, അതാരും തരേണ്ട കാര്യമല്ല എന്നുള്ളത്. ആ ഒരു എനർജിയാണ് നിങ്ങളുടെ ഇവിടെ കാണിക്കുന്നത്. കാരണം നിങ്ങളായിട്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം റെസ്ട്രിക്ഷൻ എന്ന് പറയുമ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ളതായിരിക്കും. കാരണം വീട്ടിലുള്ളവർ വായി കൊണ്ട് പറയുന്നതായിരിക്കില്ല, ചിലപ്പോൾ ഭയങ്കര സ്ട്രോങ് റെസ്ട്രിക്ഷൻ. പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാവില്ല, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് അല്ലാത്ത ആളുകളാകുമ്പോൾ പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവരറിയാതെ പല കാര്യങ്ങളും സ്വന്തമായിട്ട് സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. സ്ലോലി നിങ്ങൾ ആ ഒരു പൊസിഷനിലേക്ക് ആകുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാം, സ്വയം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന സിറ്റുവേഷനിൽ. കാരണം ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കാൻ, നിങ്ങളാണ് ഒരു സെൽഫ് മെയ്ഡ് പേഴ്സണെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം തന്നെ ഫാമിലി ഈസ് ഇമ്പോർട്ടന്റ്. ഇപ്പോൾ നിങ്ങളുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരുടെയും കാര്യത്തിൽ ആയിരിക്കില്ല. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ പലരുടെയും പല കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് എന്താണ് റെസണേറ്റ് ചെയ്യുന്നത് അതെടുക്കാം. കാരണം ഇവിടുത്തെ എനർജിയിൽ ഫാമിലി ഈസ് ഇമ്പോർട്ടന്റ്. ഫാമിലി വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ നിങ്ങളുടെ ഫാമിലി നിങ്ങൾക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ, ഫാമിലി ആയിട്ടുള്ള ഒരു കണക്ഷൻ വിടാതിരിക്കുക നിങ്ങൾ. അതുപോലെ തന്നെ പാരന്റിങ്, ഇപ്പോൾ നിങ്ങൾ പാരന്റ്സ് ആണെങ്കിൽ കുട്ടികളുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അവരെ ഭരിക്കുന്നതിലോ അല്ലെങ്കിൽ അവരെ ഓർഡർ ചെയ്ത് അല്ലെങ്കിൽ ഞാൻ ഇത് പറയും അതുപോലെ ചെയ്യുക എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നതിലോ അല്ല, മറിച്ച് നിങ്ങൾ അവരെ മനസ്സിലാക്കുകയും പക്വതയോട് കൂടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്നതിലൂടെയാണ് അവർ ഒരു നല്ലൊരു ലൈഫ് അവർക്കും അതിലൂടെ നിങ്ങൾക്ക് ഒരു അഭിമാനിക്കാൻ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിലൂടെയാണ്. ചില ആളുകൾ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. സ്ട്രിക്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ലൈഫിൽ ഉണ്ടാവണം, ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനർത്ഥം ഒരു പട്ടാള ചിട്ടയിൽ തന്നെ വളർത്തണം എന്നുള്ളതല്ല. ഒരു ഫ്രീഡം ഇല്ലാതെ സിറ്റുവേഷൻ ആവരുത് എന്നുള്ളത്, ആ ഒരു എനർജി കൂടിയാവും ചില ആളുകൾക്ക്. നിങ്ങളൊരു പാരന്റ് ആണെങ്കിൽ ആ ഒരു എനർജിയാണ്. ഫാമിലി സപ്പോർട്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. സോ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. അല്ലാത്ത പക്ഷം അത് പിന്നീട് നിങ്ങളെ, കാരണം കുടുംബം അല്ലെങ്കിൽ വീട് എന്നൊക്കെ പറയുന്നത് വളരെ പോസിറ്റീവ് എനർജീസ് ആണ്. അപ്പൊ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഈ ഒരു ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു ചേഞ്ച്, ഒരു പുതുമ, ഒരു പോസിറ്റിവിറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ പ്രവർത്തിക്കണം. ചില പാരന്റ്സ് പറയാറുണ്ട് കുട്ടികളെ വളരെ നല്ല രീതിയിൽ നോക്കി വളർത്തി വലുതാക്കിയിട്ട് അവരിപ്പോ തിരിഞ്ഞു നോക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഇതിലാണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. സിറ്റുവേഷൻസ് മനസ്സിലാക്കാതെ സംസാരിക്കുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒരു അവലോകനം ചെയ്യുക. ഒരു പക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം, നിങ്ങൾ ആ സമയത്ത് ജോലിക്ക് പോയിട്ടുണ്ടാവും, പക്ഷെ ബാക്കിയുള്ള സമയം കുട്ടികളുമായിട്ടൊരു സമയം നിങ്ങൾ ചിലവഴിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പ്രായം എന്ന് പറയുന്നത്, ആ പ്രായത്തിൽ വേണ്ടത് കുട്ടികളുടെ കൂടെ സമയം ചിലവഴിക്കുക, കുട്ടികളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് അതിന് സമയം ഉണ്ടായിട്ടില്ല. അതിനൊരു തെറ്റെന്നുള്ള രീതിയിലല്ല, ഒരു കണക്ഷൻ വരുത്തിയെടുക്കാൻ ഇനിയെങ്കിലും ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും കടമകളല്ല, പലരും അതൊരു കടമയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നെസ്റ്റ്, നിങ്ങളുടെ കൂട്, നിങ്ങളുടെ വീടെന്ന് പറയുന്നത് എല്ലാവരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സ്നേഹിച്ചും സഹകരിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ ഒരു സഹകരണം ഉണ്ടാവുക, എന്തിനും ഏതിനും കുറ്റം ചാർത്തുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് വേണ്ടത് എന്നുള്ളതാണ്. ടേക്ക് റെസ്പോൺസിബിലിറ്റി. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എടുക്കേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി എന്താണോ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഈ ഒരു എനർജി ഒരു കവലിയർ എനർജിയാണ്, അതായത് മെസ്സഞ്ചർ ആണ്. ഒരു വാർത്ത ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭവാർത്തയാണ്. അപ്പൊ ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് നിങ്ങളെ തേടി നിങ്ങൾക്ക് മാത്രമുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് മാത്രമുള്ള ഒരു ശുഭവാർത്തയാണ്.
നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ്. കാരണം ഇതെന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ പോസ്റ്റിൽ വരുന്ന ഇമെയിൽ ആ ഒരു രീതി തന്നെ ആയിരിക്കണമെന്നില്ല. ചില ആളുകൾക്ക് മെസ്സേജസ് വരുന്നുണ്ടാവാം. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് ആരെങ്കിലുമൊക്കെ പറയുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ അതൊരു നിങ്ങൾക്കുള്ള മെസ്സേജ് ആണ്. ആ വ്യക്തി ഒരു മെസ്സഞ്ചർ ആണ്, കെവലിയർ ആണെന്ന് മനസ്സിലാക്കുക. ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതിന്റെ അനിവാര്യതയാണ്. കാരണം അത് മനസ്സിലാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ആ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജാണത്. അപ്പൊ അത് ജോലി സംബന്ധമായിട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സംബന്ധിച്ചിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ പിടിച്ചെടുക്കുക, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള മെസ്സേജാണ്. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ ലക്കാണ്, വളരെ നല്ല എനർജി, ഗുഡ് ലക്കാണ് ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓപ്പർച്യൂണിറ്റീസ് ആണ്, അവസരങ്ങൾ മുന്നിലേക്ക് വരുന്നു. എഗെയിൻ ആ ഒരു എനർജി തന്നെയാണ്, അവസരം മുന്നിലേക്ക് നിങ്ങളെ തേടി വരുന്നു എന്നുള്ള ഒരു എനർജി തന്നെയാണ്. നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക. പോസിറ്റിവിറ്റിയാണ് ലൈഫിൽ കാണിക്കുന്നത്. ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മറ്റൊരാളുടെ എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്ത മറ്റൊരാളല്ല നിങ്ങളുടെ ലൈഫ്. അതായത് നിങ്ങൾക്കൊരു ലൈഫ് കെട്ടിപ്പടുത്ത് മറ്റൊരാൾ തരണം എന്നുള്ളൊരു ചിന്തയിലാണെങ്കിൽ സ്വയം ലൈഫ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പാരന്റ്സ് സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നതായിരിക്കില്ല. അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഫിനാൻഷ്യലിയോ അല്ലാതെ തരാൻ ചിലപ്പോൾ അവർക്ക് പറ്റിയെന്ന് വരില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു എനർജിയാണ്. അപ്പൊ ഇവിടെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് പലപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം എന്നുള്ള എനർജിയിലേക്ക് പോകാതെ പേഷ്യൻസ് അനിവാര്യമാണ് എന്നുള്ളത് കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് വാട്ടർ ലില്ലി എനർജിയാണ്. വാട്ടർ ലില്ലി എനർജി എന്ന് പറയുന്നത് നിങ്ങൾ അധികം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. കാരണം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഒത്തിരി നാളുകളായിട്ട് ക്ഷമിച്ച് കാത്തിരിക്കുകയാണെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഫൈനലി നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം, നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളൊരു കാര്യം കൂടിയിട്ടാണ് ഈ ഒരു മെസ്സേജ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. നമുക്ക് പൈൽ നമ്പർ 2ലേക്ക് കിടക്കാം. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ പൈൽ നമ്പർ 2. പൈൽ നമ്പർ 2, നിങ്ങളിപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാണെങ്കിൽ എന്താണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ അറിയേണ്ടുന്ന കാര്യം എന്താണ്? എങ്ങനെ ഈ ഒരു ചിന്ത അല്ലെങ്കിൽ ഇതിന് എന്താണ് ഒരു അവസാനം, എന്ത് മാറ്റമാണ് നിങ്ങൾ വരുത്തേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഈ ഒരു ആശയക്കുഴപ്പം പൈൽ നമ്പർ 2, പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ്. Okay. വളരെ സ്ട്രോങ് മെസ്സേജ് ആണ്. നിങ്ങളുടെ എനർജീസ് വളരെ സ്ട്രോങ് മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. കാരണം ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് കാർഡ് മൂൺ എനർജീസ് ആണ്. സോ നമ്പർ 32, പൈൽ നമ്പർ 2 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ആശയക്കുഴപ്പം എന്ന് പറയാം, ക്ലാരിറ്റി കുറവാണ് നിങ്ങൾക്കിവിടെ. ഈ ഒരു ക്ലാരിറ്റി കുറവെന്ന് പറയുന്നത് നിങ്ങൾ ഇമോഷണലി ചിന്തിക്കുന്നത് കൊണ്ടാണ് ഒരു വ്യക്തത നിങ്ങൾക്ക് പല കാര്യങ്ങളിലും കിട്ടാത്തത് എന്നുള്ളതാണ്. കാരണം ഈ ഒരു വ്യക്തതയില്ലായ്മ, മൂൺ എനർജി, മൂൺ കണക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം പറയാനുള്ള നിങ്ങളുടെ പല ആശയക്കുഴപ്പത്തിനും ഒരു അന്ത്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു പര്യവസാനം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ അത് നിങ്ങൾ മൂൺ മാനിഫെസ്റ്റ്, നിങ്ങളുടെ എനർജി മൂൺ ആയിട്ട് വളരെ സ്ട്രോങ് കണക്ഷൻസ് ഉണ്ട്. അതുപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സോഡിയാക് സൈൻ, അതായത് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡിങ് സൈൻ, ഈ 3 സൈൻസും കൂടിയുള്ള കണക്ഷൻസ് ആണ് നമ്മൾ ഒരാളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്, ആ വ്യക്തിയുടെ ഒരു വ്യക്തിത്വം, ജീവിതം എന്നൊക്കെ പറയുന്നത്.
അപ്പോൾ ഒന്ന് നിങ്ങളുടെ ഈ ഉൾമനസ്സ്, മറ്റൊന്ന് നിങ്ങളുടെ ബാഹ്യമായിട്ടുള്ളത്, മറ്റൊന്ന് നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതും, അങ്ങനെ മൂന്ന് വ്യത്യസ്ത തലങ്ങളിലേക്കുള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത്. നിങ്ങൾക്കൊരു സ്ട്രോങ് കണക്ഷൻ മൂൺ സൈനുമായിട്ടുണ്ട്. അതായത് മൂൺ സൈൻ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്ന സോഡിയാക് സൈനിനേക്കാളും കൂടുതൽ നക്ഷത്രങ്ങളായിരിക്കും നിങ്ങളെ കണക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകളാവാം. അല്ലാത്തവരെ സംബന്ധിച്ചും നിങ്ങൾക്ക് സ്ട്രോങ് മൂൺ എനർജീസ് ഉള്ളത് കൊണ്ട് മൂൺ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിരിക്കും. മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചന്ദ്രനെ ആരാധിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ഹിന്ദു ആചാരപ്രകാരമാണെങ്കിൽ ചന്ദ്രനെ ആരാധിക്കുന്ന ഒരു രീതി എന്ന് പറയാം. അതല്ല നമ്മൾ പേഗനിസം, അതായത് മറ്റ് ഇതിലാണെങ്കിൽ ഇപ്പൊ നമ്മൾ മുസ്ലിം ഇതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിലും ചന്ദ്രനാണ് അവിടെയും താരം എന്ന് പറയുന്നത്. അതേപോലെ ക്രിസ്ത്യാനിറ്റിയുടെ മുമ്പ് പേഗനിസം ചന്ദ്രൻ വളരെയധികം രാത്രികൾ പേഗനിസം മായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് രാത്രിയിൽ ചെയ്യുന്ന ആചാരങ്ങളും ചന്ദ്രനെ ആരാധിക്കുന്ന രീതിയും ഉണ്ടായിരുന്നു. അത് ഫോളോ ചെയ്തിട്ടാണ് പിന്നീട് അത് ക്രിസ്ത്യാനിറ്റിയിലെ പല പേഗനിസത്തിന്റെ പല കാര്യങ്ങളും അതിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും പല 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 കണക്ഷൻസ് നോക്കുമ്പോൾ ചന്ദ്രനെ നിങ്ങൾ കൂടുതൽ ആരാധിക്കേണ്ടെന്ന് അനിവാര്യത കാണിക്കുന്നു. നിങ്ങളുടെ മനസ്സിന് അസ്വസ്ഥത, സ്ഥിരതയില്ലായ്മ, നിഗൂഢത, എന്തൊക്കെയാണ് മുന്നിലേക്ക് വരാൻ പോകുന്നത്, എങ്ങനെയാണ് ലൈഫ് മുന്നോട്ടേക്ക് പോകുന്നത്, ഇങ്ങനെയൊക്കെ ഒത്തിരി ആശയക്കുഴപ്പങ്ങൾ, എന്തൊരു കാര്യം എടുത്താലും നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടാവില്ല, ലൈഫിൽ ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ക്ലാരിറ്റി, അതായത് തെളിച്ചം, ഒരു വ്യക്തത ജീവിതത്തിലേക്ക് വരാനായിട്ട് നിങ്ങൾ മൂൺ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. മൂൺ വാട്ടർ നിങ്ങൾക്ക്, ഞാൻ മൂൺ വാട്ടറിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. മൂൺ വാട്ടർ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാവുന്നതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ മൂൺ വാട്ടർ കുടിക്കുക, ഏതെങ്കിലും പല രീതിയിൽ കുടിക്കാവുന്നതാണ്. ഓരോ ന്യൂ മൂൺ ടൈമിലും നിങ്ങൾ മൂൺ വാട്ടർ എടുത്തു വെച്ചതിനു ശേഷം ഒരു കുപ്പിയിൽ ഒരു ടീസ്പൂൺ ആയാലും രാവിലെ നിങ്ങൾ അത് എടുത്തിട്ട് എന്നും രാവിലെ ഫസ്റ്റ് ആയിട്ട് നിങ്ങളത് കഴിക്കുന്നതും ഉത്തമമായിരിക്കും. ഒരു സ്ട്രോങ് എനർജി നിങ്ങളുടെ ക്ലാരിറ്റി ലൈഫിലും പല കാര്യങ്ങളിലും, അതിപ്പം ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്കൊരു വ്യക്തതയില്ല, ഇപ്പോൾ ഈ ജോലിയിൽ തുടരണമോ അല്ലെങ്കിൽ പുതിയ ജോലിയിലേക്ക് പോകണോ അല്ലെങ്കിൽ വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങളും, അങ്ങനെ എവിടെയെങ്കിലും വ്യക്തതയില്ലാതെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷനിലൊക്കെ ഇത് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൂൺ എനർജീസിനെ കുറിച്ചിട്ട്, അതേപോലെ മൂണിന്റെ പ്രത്യേകതകൾ, ലൂണാർ എക്ലിപ്സ് സമയത്ത് പ്രത്യേകിച്ച് സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക. നിങ്ങളുടെ മെസ്കുലൈൻ എനർജിയാണ് സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണിക്കുക. മെസ്കുലൈൻ എനർജി എന്ന് പറയുമ്പോൾ ലൈഫിൽ നിങ്ങൾ പക്വതയോടും കൂടിയിട്ട് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഒരു നമ്മൾ സ്മാർട്ട് വർക്ക് എന്ന് പലപ്പോഴും പറയാറുണ്ട്. എന്നിരുന്നാൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഉന്നതിയിലേക്ക് എത്തണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യേണ്ടുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് കാണിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന വർക്ക്, ഇനി അഥവാ നിങ്ങൾ ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ, അതായത് നിങ്ങൾ സാധാരണ ഒരു വർക്കാണ് ചെയ്യുന്നത്, ഇത് ഫിസിക്കലി ശാരീരികമായിട്ട് പ്രയത്നമുള്ള ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നല്ലത്. അത് നിങ്ങൾക്ക് ഉയരാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾ ഡെസ്ക് ജോബാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ അവിടെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ചിലപ്പോൾ ഇപ്പം എന്തെങ്കിലും ഗെയിംസ് ആയിരിക്കും, ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, അതുപോലുള്ള കാര്യങ്ങളോ, ജിമ്മിൽ പോവുക, അതുപോലെ എന്തെങ്കിലും എക്സസൈസ്, ഫിസിക്കലി ശരീരം വിയർക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഫിസിക്കലി കണക്റ്റഡ് ആവേണ്ടുന്ന അനിവാര്യതയുണ്ട്. നിങ്ങളുടെ ചില ആളുകളിൽ വോക്കിംഗ് എനർജി, ടോക്കിംഗ് എനർജീസ് ആണ് നിങ്ങളുടെ വോക്കിംഗ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ പ്രാധാന്യമുണ്ട്. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം പല ആശയക്കുഴപ്പങ്ങളും, നമ്മുടെ ഉള്ളിലെ എല്ലാവരുടെയും ഉള്ളിൽ നെഗറ്റിവിറ്റീസ് ഉണ്ട്. അത് പല രീതിയിലാണ്, പല കാര്യങ്ങളിലാണ്. ആക്റ്റീവായിട്ടിരിക്കേണ്ടുന്ന ഒരാൾ ആക്റ്റീവായിട്ടിരിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിക്ക് എപ്പോഴും ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു സ്ട്രെസ് ആയിരിക്കും. കാരണം അവരുടെ ഉള്ളിലുള്ള ആ എനർജി പുറത്തേക്ക് പോകുന്നില്ല. അതേപോലെ തന്നെ വളരെയധികം സംസാരിക്കാൻ ആ ഒരു ടോക്കിംഗ് എനർജി ഉള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി സംസാരിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയെ പിടിച്ച് എവിടെയെങ്കിലും പൂട്ടിയിടുക, അധികം സംസാരിക്കരുതെന്ന് പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ
അവരുടെ ആ ഒരു എനർജി പുറത്തേക്ക് പോകാതിരിക്കുമ്പോൾ അവർക്ക് പല കാര്യങ്ങളിലും തടസ്സം ഉണ്ടാവും, ബ്ലോക്കേജസ് ഉണ്ടാവും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വോക്കിംഗ് എനർജിയാണ്. ഇപ്പോൾ കാൽപാദമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി സ്ട്രെസ് വരുന്ന സിറ്റുവേഷനിലൊക്കെ ഏറ്റവും കൂടുതൽ നിങ്ങൾ കാല് ഒന്ന് റിലാക്സ് ചെയ്യുന്ന രീതിയിൽ, ഇപ്പോൾ ഒരു പെഡിക്യൂർ പോലത്തെ കാര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങൾ കാലിൽ വെള്ളത്തിൽ ഇച്ചിരി ഉപ്പിട്ടിട്ട് കാല് വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാല് റിലാക്സ് ആവുന്നതോ മസാജ് ചെയ്യുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒന്ന്. പിന്നെ അതേപോലെ ഫിസിക്കൽ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾക്ക് പല കാര്യങ്ങളും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഇത് എന്തുകൊണ്ടാണ്, ഇതൊക്കെ എങ്ങനെയാണ് ചിന്താക്കുഴപ്പം മാറാൻ സഹായിക്കുക എന്നുള്ളത്. ഓരോരുത്തരുടെ എനർജീസ് വ്യത്യസ്തമായിരിക്കും. അതിനനുസരിച്ചിട്ട് നമ്മൾ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിലാണ് ലൈഫിൽ പല കാര്യങ്ങളും നേരിടാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്നത്. ആ ഒരു എനർജിയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് വരുന്നുണ്ട്, ഒരു ഗുഡ് ന്യൂസ് സംബന്ധിക്കുന്ന. ഈ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഒത്തിരി അമിതമായിട്ടുള്ള ആഹ്ലാദ പ്രകടനം അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ആവശ്യമില്ല. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുഡ് ന്യൂസസോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ ഉടനെ തന്നെ മറ്റുള്ളവരോട് പറയാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടെങ്കിൽ മനസ്സിൽ വരുമ്പോൾ തന്നെ മറ്റുള്ളവരോട് പറയാതിരിക്കുക. അത് ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ വിചാരിച്ച കാര്യം നടന്നു കഴിയുമ്പോൾ, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചു, ഇത് എനിക്ക് ലഭിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻ അയക്കുകയാണെങ്കിൽ കിട്ടിക്കഴിയുമ്പോൾ മാത്രം പറയുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നുള്ളത്. കാരണം ഒത്തിരി നെഗറ്റീവ് വൈബ്സ് നിങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഓക്കെ, അതേപോലെ നിങ്ങളുടെ ഫെമിനൈൻ സൈഡും കൂടിയിട്ട് പറയാണ്. ഒരേപോലെ തന്നെ ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കുക. ഫിസിക്കൽ എനർജീസ് പറയുമ്പോൾ ഫെമിനൈൻ സൈഡ് നർച്ചറിങ്, കെയറിങ്, നിങ്ങൾ കമ്പാഷനേറ്റ് ആയിട്ട് മറ്റുള്ളവരോട് പെരുമാറുക. അതായത് കാരുണ്യം വളരെ അനിവാര്യമായിട്ടുള്ളത്. അത് എല്ലാവരോടും കാരുണ്യമുള്ളവരായിരിക്കണം. എന്നിരുന്നാലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇത്ര റൂഡായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു വ്യക്തിയാണ്, മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആ വ്യക്തിയോട് മാപ്പ് പറയുക. അല്ലെങ്കിൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന, ഹേർട്ട് ചെയ്യുന്ന, ദ്രോഹിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. എന്ന് വെച്ചിട്ട് എല്ലാവരും അത് ചെയ്യണം എന്നല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിൽ പോലും മറ്റുള്ളവരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്ന് തോന്നിയാൽ ആ ഒരു വ്യക്തിയോട് ആ ഒരു കാര്യം സംസാരിച്ച് തീർക്കുക എന്നുള്ളതാണ്. കാരണം ആ ഒരു നെഗറ്റീവ് എനർജീസ് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഓക്കെ, ആ ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ ഏതൊരു കാര്യം അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാവും. ഇതായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു കോഴ്സ് എടുത്തിട്ടുണ്ട്, ആ കോഴ്സ് തീരാറാകുമ്പോഴേക്കും ഈ കോഴ്സ് വേണ്ട, വേറെ കോഴ്സിൽ പോവാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എന്ത് കാര്യം നിങ്ങൾ ഒരു ലെവല് അത് മുക്കാൽ ഭാഗവും തീർന്നു കഴിയുമ്പോൾ ഇത് വേണ്ട എന്ന് പറഞ്ഞ് വഴി തിരിഞ്ഞു പോകുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വേണ്ട എങ്കിൽ വേണ്ട, പക്ഷേ എന്തായാലും അത് തുടങ്ങിയത് കൊണ്ട് അത് പൂർത്തിയാക്കുക. ഒന്നും ഇടയിൽ വിട്ടിട്ട് പോകരുത്. നിങ്ങൾ അതിൽ കണ്ടിന്യൂ ചെയ്യുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ തുടങ്ങി മുക്കാൽ ഭാഗം എത്തിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് തീർത്തിട്ട് മാത്രം വേറെ വഴിക്ക് പോവുക, അല്ലാതെ പകുതി ഇട്ടിട്ട് പോവാതിരിക്കുക. എന്തൊരു കാര്യം പകുതിക്ക് ഇട്ടിട്ട് പോകുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ പറഞ്ഞ പോലെ മൂൺ എനർജീസ് നിങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യും. കാരണം അഗെയിൻ ഇവിടെ പറയുകയാണെങ്കിൽ മൂൺ എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ട്രോങ് ഇമ്പാക്റ്റ് വരുന്നത് മൂൺ എനർജിയാണ്. നിങ്ങളുടെ സക്സസ്, നിങ്ങളുടെ പ്രോസ്പെറിറ്റി, ജീവിതത്തിൽ ഉന്നമനം എല്ലാത്തിലും നിങ്ങളെ സഹായിക്കുന്ന മൂൺ എനർജീസ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴും മൂൺ മാനിഫെസ്റ്റേഷൻസ്, മൂൺ എനർജി, ഹിന്ദുസ് ആയിരുന്നെങ്കിൽ നവഗ്രഹസ്തോത്രം ജപിക്കാം, ചന്ദ്രന്റേതായിട്ടുള്ള ഭാഗം, അതിപ്പോൾ ആർക്ക് വേണമെങ്കിലും ജപിക്കാം. അതേപോലെ മൂൺ മാനിഫെസ്റ്റേഷൻസ്, മൂൺ വർഷിപ്പ് അല്ലെങ്കിൽ മൂൺ റിച്വൽസ് ഒക്കെ ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് വളരെയധികം സഹായം ചെയ്യുന്ന ഒന്നാണ്. നിങ്ങളുടെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ എഗെയിൻ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ സ്ട്രോങ് മെസ്സേജ് ആണ് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ മെയിൻ തീം വന്നിരിക്കുന്ന വൈൽഡ് റോസ് ആണ്, ക്ലാരിറ്റി, ആദ്യ അവസാനം കണക്ഷൻസ്, മൂൺ എനർജിയാണ്. വളരെ സ്ട്രോങ് മെസ്സേജ് ആണ് നിങ്ങളുടെ. സോ തീർച്ചയായിട്ടും നിങ്ങൾ മൂണാണ് നിങ്ങളുടെ, ചന്ദ്രനാണ് നിങ്ങളുടെ എല്ലാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രപഞ്ചം, നിങ്ങളുടെ എനർജീസ്. സോ ചന്ദ്രനെ തീർച്ചയായിട്ടും ആരാധിക്കുക. ആ ഒരു ചന്ദ്രനോടുള്ളൊരു ചന്ദ്രൻ നിങ്ങൾക്ക് തരുന്ന ആ ഒരു കുളിർമ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. മൂൺ വർഷിപ്പ് വളരെയധികം നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ തന്നെ
അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പം അതുകൊണ്ട് അത് പ്രത്യേകം എടുത്ത് വീണ്ടും പറയാണ്. അത് നിങ്ങളുടെ എനർജി കൂടിയിട്ടാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കാരുണ്യം, അത് നിങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇന്നസെൻസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു പിടിക്കാം, പോസിറ്റീവായിട്ട് ലൈഫിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ടാണ് ഇത് ഇവിടെ തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഇനി നമുക്ക് പൈൽ നമ്പർ 3യിലേക്ക് കിടക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. പൈൽ നമ്പർ 3. ഓക്കെ, സോ പൈൽ നമ്പർ 3, നിങ്ങളുടെ ജീവിതത്തിലുള്ള ആശയക്കുഴപ്പം, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആശയക്കുഴപ്പം എന്തുകൊണ്ടാണ്, എങ്ങനെ അതിനെ മറികടക്കാം, എന്തൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നിങ്ങൾക്കുള്ള സന്ദേശം എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 3. Pile number 3. Okay. മെയിൻ ഗുഡ് ലക്ക് ആണ്. ഗുഡ് ലക്ക് മെസ്സേജ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം. കാരണം നിങ്ങൾക്ക് ഗുഡ് ലക്ക് മെസ്സേജ്, അതായത് ഗുഡ് ന്യൂസ്, ഗുഡ് ലക്ക് സിറ്റുവേഷൻ ആണ് എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, പൈൽ നമ്പർ, ലെറ്റ്സ് സീ, പൈൽ നമ്പർ 3 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പൈൽ നമ്പർ 3 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ലൈഫിൽ പല കാര്യങ്ങളിലും നിങ്ങൾ മുന്നേറുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എവിടെയാണ്, എന്തിനാണ് നിങ്ങൾ ലൈഫിൽ മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കുകയാണെങ്കിൽ, ലൈഫിൽ പല കാര്യങ്ങളിലും നമ്മൾ മാറ്റങ്ങൾ അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ മാറ്റങ്ങൾ അനിവാര്യമായിട്ടുള്ള ഒന്നാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ നമ്മളെന്ന് പറയുന്ന വ്യക്തി ആരാണ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്കാണ് നമ്മളെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസിസ്ട്രി, നിങ്ങൾ ആരാണ് എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ട്. ഇത് നിങ്ങൾ സോൾ സെർച്ചിങ് ആണ്. ഇപ്പോൾ ഒരു ടൈം, ഒരു പക്ഷെ നിങ്ങൾ സോൾ സെർച്ചിങ് ആയിരിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ആശയക്കുഴപ്പത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സോൾ സെർച്ചിങ് ടൈം പീരീഡ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആരാണ്, എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ശ്രമത്തിലേക്ക് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളില് ഞാൻ എന്ന് പറയുന്നത് ആരാണ്, എൻ്റെ വ്യക്തിത്വം, അല്ലെങ്കിൽ നമ്മൾ ബാഹ്യമായിട്ടുള്ള ഒരു ഫിസിക്കൽ വേൾഡിലല്ല, നിങ്ങളൊരു ഒരു ഫിസിക്കൽ എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്നതല്ല, നിങ്ങളുടെ ഒരു സ്പിരിച്വൽ എനർജി ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ നിയോഗം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ആരാണ്, നിങ്ങൾ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഫാമിലി ആയിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഇല്ല, അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഒരു കണക്ഷൻ ഇല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർ പറയുന്നുണ്ട്, അതിൽ നിന്ന് കേൾക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് എന്താണ് എല്ലാത്തിനോടും ഒരു വിരക്തിയൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ എന്താണ് അതിന് കാരണം, അല്ലെങ്കിൽ എന്തിനാണ് ലൈഫ് ഇങ്ങനെ ഈ രീതിയിൽ ഞാൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്നൊക്കെയുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എവിടെയാണ് നിങ്ങൾ മാറ്റം വരുത്തേണ്ടത്, എവിടെയാണ് നിങ്ങൾ ജീവിതത്തിൽ എന്ത് കാര്യത്തിലാണ് ചേഞ്ച് വരുത്തേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു വിരക്തി എന്നത് മനസ്സിലാക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇത് ചിന്തിക്കുക. നിങ്ങളിപ്പോൾ ഒരു സോൾ സെർച്ചിങ് ടൈം പീരീഡ് ആയിരിക്കാം, നിങ്ങളുടെ ലൈഫ് പർപ്പസ്, നിങ്ങളുടെ നിയോഗം മനസ്സിലാക്കാനുള്ള ശ്രമമായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റു പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളെ ഡിഫെൻഡ് ചെയ്യാതിരിക്കുക. ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫാമിലിയിൽ പറയുന്നുണ്ടാവും, ഇവിടെ ഫാമിലിയിൽ ഒരു കാര്യത്തിലും താല്പര്യമില്ല, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം, ഹസ്ബൻഡ്, വൈഫ്, അല്ലെങ്കിൽ നിങ്ങൾ വിവാഹിതരല്ലാത്തവരാണ്, നിങ്ങളുടെ പാരന്റ്സിന്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങൾ പാരന്റ്സായിട്ട് നല്ല കണക്ഷനുള്ള വ്യക്തിയായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി ആയിരുന്നിട്ടും ഇപ്പോൾ നിങ്ങൾ ആ ഒരു കണക്ഷൻ ഒന്നും തന്നെ ഇല്ലാതിരിക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങളോട് ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിനെ ഡിഫെൻഡ് ചെയ്യാതെ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുക. പഴയ പോലെ അവരായിട്ടുള്ള കണക്ഷൻ സ്ഥാപിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ സോൾ സെർച്ചിങ് കണ്ടിന്യൂ ചെയ്യുക. അപ്പം മെഡിറ്റേറ്റ് ചെയ്യുക,
എന്താണ് നിങ്ങളുടെ നിയോഗം എന്ന് കണ്ടെത്താൻ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം മെഡിറ്റേറ്റ് ചെയ്ത ഒരു ദിവസം കൊണ്ടൊന്നും ഇത് പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യമില്ല. നിങ്ങൾ കണ്ടിന്യൂസ് മെഡിറ്റേഷൻ ചെയ്യുക. അത് ലോങ് പീരീഡ്, ഒത്തിരി മാസങ്ങൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യേണ്ടി വരും നിങ്ങളുടെ നിയോഗം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ പല പല കാര്യങ്ങളിലൂടെ സ്വയം മനസ്സിലാക്കുന്നുണ്ടാവും. സ്വപ്നങ്ങളിലൂടെയും സിങ്ക്രനിസിറ്റീസും സയൻസും ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നിങ്ങൾ സ്ലോലി ചെയ്യുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒത്തിരി നിർവൃതി നൽകുന്ന കാര്യമാണ് എങ്കിൽ ആ ഒരു കാര്യം ഒരുപക്ഷെ നിങ്ങളുടെ പേർപ്പസ് ആയിരിക്കാം. അത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു പക്ഷെ നിങ്ങൾ മറ്റുള്ളവരെ മുന്നോട്ടേക്ക് വരുന്ന ജനറേഷനിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കുക, ബുക്സ്, ലൈബ്രറിയും പുസ്തകങ്ങളും എഡ്യൂക്കേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യത്തിലാവും നിങ്ങളുടെ നിയോഗം. ഒരുപക്ഷെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാതെ, അതായത് നല്ല രീതിയിൽ വിദ്യാഭ്യാസപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടൊക്കെ വിദ്യാഭ്യാസം കൊണ്ടുപോകാൻ പറ്റാതെ ഉള്ളവരെ സഹായിക്കുന്നതാവാം. അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തി ജനറലി വിദ്യാഭ്യാസം, പുസ്തകങ്ങൾ, വായന, നോളേജ് ഗെയിൻ, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിവ് നേടുക എന്നുള്ളത് കൂടി നിങ്ങളുടെ നിയോഗമാണ്. അത് അറിവ് നേടുക, ആ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് കൂടിയിട്ട് നിങ്ങളുടെ നിയോഗമാവും. അപ്പോൾ ആ ഒരു നിയോഗം നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഈ ഒരു നിയോഗം ഇതായിരിക്കും നിങ്ങളുടെ നിയോഗം. ഇത് തന്നെ ആവണമെന്നില്ല, ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കാര്യമാവാം. അപ്പോൾ ഇത് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേഷനിലൂടെ സാധിക്കും. അതുപോലെ തന്നെ മെഡിറ്റേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ്. കാരണം നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത്, അതായത് ഈ ഒരു എനർജി, ലില്ലി എനർജി നിങ്ങളുടെ വളരെയധികം നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റിവിറ്റിയാണ് കൊണ്ടുവരുന്നത്. പോസിറ്റിവിറ്റി, പ്രണയം, സ്നേഹം ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ട്വിൻ ഫ്ലെയിം എനർജീസ് ആവാം. നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു സിറ്റുവേഷന് കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് ഉണ്ടാവും. ആ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നതാവാം. അപ്പോൾ ആ ഒരു വ്യക്തി കണ്ടുമുട്ടുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്താവാം, മറ്റാരെങ്കിലും ആകാം. ആ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയാത്തതാവാം ഈ ഒരു വിരക്തിക്ക് കാരണം. ഒന്നുകിൽ ആ ഒരു കണക്ഷൻ നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു കണക്ഷൻ സ്ഥാപിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തിട്ട് എന്താണ് എക്സാക്ട്ലി നിങ്ങളുടെ ലൈഫിൽ, ഒരു പക്ഷെ നിങ്ങളുടെ വിവാഹിതരല്ലാത്തവരാണ് എങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ക്രഷ് ഒരു പക്ഷെ ആ വ്യക്തിയാവും. വിവാഹിതരായിട്ടുള്ളവരാണ് എങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തോ ആരെങ്കിലും ആവാം. ആ ഒരു സോൾമേറ്റുമായിട്ട് ചേർന്നിട്ട് നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ അതായത് അമിതമായിട്ട് ചിന്തിക്കാതിരിക്കുക, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലുള്ള ആശയക്കുഴപ്പം മാറ്റാൻ നിങ്ങൾ ശ്രമിക്കാവുന്ന പല കാര്യങ്ങളിലും ഒന്നെന്ന് പറയുന്നത് സ്പിരിച്വലി കണക്റ്റഡ് ആവുക എന്നുള്ളതാണ്. ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഇല്ലാത്തതാണ് നിങ്ങളുടെ പല പല ആശയക്കുഴപ്പത്തിനും കാരണം നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക്കലി നിങ്ങൾ സക്സസ് വേണമെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ സക്സസ് അനിവാര്യമാണ് എന്നുള്ളതാണ്. അതിന് ഇവിടെ ഒരു ഇക്വിലിബ്രിയം ആവശ്യമാണ്, ഒരു ബാലൻസ് ആവശ്യമാണ്. ആ ഒരു ബാലൻസ് ലൈഫിൽ നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം ഇല്ലാത്തതാവാം പല ആശയക്കുഴപ്പത്തിന് കാരണം. ആ ഒരു ആശയക്കുഴപ്പം മാറണമെങ്കിൽ ആദ്യം സ്പിരിച്വലി കണക്റ്റഡ് ആവുക. പിന്നെ ആ ഒരു കണക്ഷൻ സ്ഥാപിക്കുമ്പോൾ തന്നെ നിങ്ങൾ സ്വയം വിശ്വസിക്കുക. ഒരു സെൽഫ് ഡൗട്ട് ഇവിടെ വീണ്ടും കാണിക്കുന്നുണ്ട്. ആ ഒരു സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത് മാറ്റി സ്വയം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഗുരു എന്ന് പറയുന്നത്. നിങ്ങൾ സെൽഫ് ആയിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാം മുന്നോട്ടേക്ക് ജീവിതം നല്ല രീതിയിൽ, എങ്ങനെ, ഏത് വഴിയിലും. പിന്നെ ഒരു കോമ്പറ്റീഷൻ കൂടി ഇവിടെയുണ്ട്. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ കമ്പീറ്റ് ചെയ്യേണ്ടത് നിങ്ങളോടാണ് എന്നുള്ളത് കൂടി ചിന്തിക്കാം. അപ്പോൾ നിങ്ങൾ മറ്റൊരാള് മുന്നിൽ പോയി ആ വ്യക്തിയോട് ദേഷ്യ, വാശി, കുശുമ്പ, അസൂയ ഇതൊന്നുമല്ല വേണ്ടത്. മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് എന്താണ് ആ ഒരു കുശുമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇന്നലെ എന്തായിരുന്നോ അതിനേക്കാൾ ഇന്ന് ബെറ്റർ ആവാനായിട്ട് ശ്രമിക്കുക എന്നുള്ള എനർജിയാണ്. പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ ഗുഡ് ന്യൂസ് ആണ് ഇതോടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു കത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ പോസ്റ്റലായിട്ട് രജിസ്റ്റേർഡ് ലെറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു ഗുഡ് ന്യൂസ് ആണ്. അപ്പോൾ അതൊരു പ്രത്യേകിച്ചൊരു മെസ്സേജിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന അപ്പോയിന്റ്മെന്റ് ഓർഡർ ആവാം, ഗവൺമെന്റ് ജോലിയോ മറ്റെന്തെങ്കിലും, വിദേശത്തേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും, എന്തായാലും ഒരു മെസ്സേജ് ഉണ്ട്, ഒരു ഇമെയിലോ ഒരു രജിസ്റ്റേർഡ് പോസ്റ്റോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അടുത്ത് തന്നെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്.
വിത്തിൻ 27 days നിങ്ങളിലേക്ക് അത് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ 7 എനർജീസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നമ്പർ 7 വളരെ, അല്ലെങ്കിൽ ആ 7 അല്ലെങ്കിൽ 7ന്റെ വരുന്ന എനർജീസ് വളരെയധികം വളരെ പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ട് ഈ അടുത്ത് വരുന്ന സമയങ്ങളിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാറ്റുലേഷൻസ് എന്നാണ് ഇപ്പൊ പറയുന്നത്. എന്തായാലും നെക്സ്റ്റ് വന്നിട്ട് നിങ്ങൾ പല കാര്യങ്ങളും നമ്മളിപ്പോ എന്താണ് ഒരു ചോയ്സ്, ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഞാനും കൂടിയ ഒരു കവലയിൽ അകപ്പെട്ട് നിൽക്കുന്നത്, എങ്ങോട്ടേക്കാണ് പോകേണ്ടത് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ള കാര്യമാണ്. ഇവിടെ പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ ആശയക്കുഴപ്പം എന്ന് പറയുന്നത് നിങ്ങളൊരു തീരുമാനം എടുക്കുന്നു എന്നുള്ളതല്ല. തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ആ വഴിയെ സഞ്ചരിക്കുമ്പോൾ കുറച്ച് എത്തിക്കഴിയുമ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ തന്നെ നിങ്ങൾ സ്വയം പഴിക്കാൻ തുടങ്ങും. ഇതില്ലായിരുന്നു, മറ്റു വഴി തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല, മറിച്ച് നിങ്ങൾ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് ആ വഴിയിലൂടെ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടായാലും, എന്തൊക്കെ സംഭവിച്ചാലും ആ വഴി തന്നെ മുന്നോട്ടേക്ക് പോകും എന്നുള്ള തീരുമാനത്തോടു കൂടി വേണം പോകണം. കാരണം മറ്റു വഴി തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ ബുദ്ധിമുട്ടായെങ്കിലോ നമുക്കറിയില്ല. കാരണം അത് നമ്മൾ ചെയ്തു നോക്കാത്ത കാര്യമാണ്. അപ്പൊ അത് മനസ്സിലാക്കുക. അക്കരെ പച്ച എന്നുള്ളതല്ല, മറിച്ച് നിങ്ങളൊരു തീരുമാനമെടുത്ത് അതിൽ മുന്നോട്ടേക്ക് പോയാൽ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ എന്ന മെസ്സേജാണ്. ആൻഡ് നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് നിങ്ങൾ നെറ്റിൽ എനർജിയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഡിസ്പ്യൂട്ട്, ഒരു പ്രശ്നം, വഴക്കൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എല്ലാത്തിനും മാറി നിന്ന്, അല്ലെങ്കിൽ എല്ലാത്തിനും ത്യജിച്ച്, അല്ലെങ്കിൽ എല്ലാ കുറ്റവും ഏറ്റെടുത്ത് കർണൻ ആവേണ്ട, ഏകലവ്യനും കർണനും ഒന്നും ആവേണ്ട കാര്യമില്ല. ഇത് കലിയുഗമാണ്. ഏകലവ്യനും കർണനും ഒന്നും ഇവിടെ വർത്താവില്ല. മാത്രമല്ല അവരെ ചവിട്ടി മറ്റുള്ളവർ കയറി പോവുകയാണ് എന്നുള്ള സിറ്റുവേഷൻ തന്നെ മനസ്സിലാക്കാം. അപ്പോൾ അതിനർത്ഥം നിങ്ങൾ മറ്റുള്ളവരെ പോയിട്ട് ചതിക്കുകയോ വഞ്ചിക്കുകയോ മറ്റുള്ളവർക്ക് എതിരായിട്ട് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളതല്ല. നിങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. പക്ഷെ നിങ്ങളെ ആരെങ്കിലും ദ്രോഹിച്ചാൽ അത് സഹിച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഡിഫെൻഡ് യുവർ സെൽഫ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു നെറ്റിൽ, അതായത് ഒരു ചൊറിയണം എന്ന് പറയുന്നതിന്റെ അറിയാം. അവര് തൊട്ട് കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൊറിച്ചിലായിരിക്കും. പിന്നെ ആരും അതിനെ തൊടാൻ പോവാറില്ല. അപ്പൊ അത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഡിഫെൻഡ് യുവർ സെൽഫ്. നിങ്ങളോട് കളിച്ചാൽ അങ്ങനെ വെറുതെ മാറി നിൽക്കില്ല എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അനാവശ്യ ആശയക്കുഴപ്പത്തിന്റെ ആവശ്യമില്ല എന്നുള്ളത് കൂടി ഇവിടെ എടുത്തു പറയുന്നു. ഡിഫെൻഡ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളാണ് സംസാരിക്കേണ്ടതെന്നുള്ളൊരു മെസ്സേജ് കൂടി ഇവിടെ നമ്മൾ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു ഫോർ വാച്ചിങ്.